ഞാൻ ഒരിക്കലും ഒരു മതത്തിനോ വിശ്വാസങ്ങൾക്കോ എതിരല്ല. പക്ഷെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി രൂപീകരിച്ച് അതിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പ്രവണതയ്ക്കെതിരാണ്. ലീഗ് ഭരിക്കും കേരള മണ്ണിൽ ലീഗ് പറയും നിയമങ്ങൾ എന്ന് പാടി നടക്കുന്നതിന് വർഗീയത എന്നല്ലാതെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? എന്നിട്ടും പലർക്കും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു സെക്യുലർ പാർട്ടിയാണ്. ആദ്യം തന്നെ കേരളം ഭരിക്കുന്നത് മുസ്ലിം ലീഗ് അല്ല, UDF ആണ്. പിന്നെ ലീഗ് പറയുന്നതാണ് നിയമം എന്ന് പറയാൻ പതിറ്റാണ്ടുകളായി ഇവിടെ നിലനിൽക്കുന്നത് ജനാധിപത്യമാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ വിഭാഗത്തിന്റെയോ അധികാരം സ്ഥാപിച്ചെടുക്കാനുള്ള വേദിയായി ജനാധിപത്യം തെറ്റിദ്ധരിക്കരുത്. താൻ വർഗീയതയ്ക്കെതിരെ നിലകൊള്ളുന്നു എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന നിയുക്ത മുഖ്യമന്ത്രി VD സതീശന്റെ മന്ത്രിസഭയിൽ 5ഓളം മന്ത്രിമാർ മുസ്ലിം ലീഗിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ എന്തൊരു വിരോധാഭാസമാണ്. ഒരു വശത്ത് മതനിരപേക്ഷതയെക്കുറിച്ച് സംസാരിക്കുന്നു, മറുവശത്ത് അതിവിശാലമായ പ്രാധാന്യം മുസ്ലിം ലീഗിന് നൽകുന്നു. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രത്തോളം സ്വാധീനമായിരിക്കും ഇനി ഭരണകാര്യങ്ങളിൽ മുസ്ലിം ലീഗിന് ഉണ്ടാവുക എന്നുള്ളത്. തന്റെ നിലപാടുകളോട് എത്രത്തോളം നീതി പുലർത്തുന്ന വ്യക്തിയാണ് VD സതീശൻ എന്ന് ചിന്തിക്കാവുന്നത്. ശ്രീകൃഷ്ണൻ മാംസം കഴിക്കുന്ന ഒരു ഫോട്ടോ കണ്ടപ്പോഴേക്കും നിങ്ങളുടെ മതവികാരങ്ങളൊക്കെ വ്രണപ്പെട്ടു എന്ന് ചോദ്യം ചെയ്തവർ തന്നെയാണ് വർഷങ്ങളായി വന്ദേ മാതരത്തെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരം വിമർശനങ്ങൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ബങ്കിം ചന്ദ്ര ചാറ്റർജി വന്ദേമാതരം രചിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പൂർണ്ണാർത്ഥത്തിൽ ഭാരതമാതയെ സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു. ഈ മാതൃസങ്കല്പത്തിന് ഒരു മതവുമായി യാതൊരുവിധ ബന്ധവുമില്ല. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്ത് അന്നത്തെ അനുയായികളെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്തൊരു ഗാനമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നിങ്ങൾ എത്ര ഇമ്പോർട്ടൻസ് ആണോ ജനഗണമനയ്ക്ക് കൊടുക്കുന്നത് അതേ ഇമ്പോർട്ടൻസ് തന്നെ വന്ദേ മാതരവും അർഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത്. എന്നാൽ കാലക്രമേണ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിമർശനങ്ങൾ വന്നു. ആ വിമർശനങ്ങളിൽ ഏറ്റവും രൂക്ഷമായ സംഭവം നടക്കുന്നത് 1937 അന്ന് മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച വാദം എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ഏകദൈവ സങ്കല്പത്തിനെതിരാണ് വന്ദേ മാതരത്തിലെ പല പരാമർശങ്ങളും എന്നുള്ളതാണ്. അപ്പോൾ ലീഗിനെ കൂടെ നിർത്തുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ആദ്യത്തെ 2 സ്റ്റാൻസ മാത്രം നിർത്തിക്കൊണ്ട് ബാക്കി 4 ഒഴിവാക്കി. ആദ്യത്തെ 2 സ്റ്റാൻസ എന്ന് പറയുന്നത് പ്രകൃതിയെക്കുറിച്ചുള്ള വർണ്ണനയാണ്. ബാക്കി 4 ഭാരതത്തിന്റെ ശക്തിയെയും അറിവിനെയും സമ്പത്തിനെയും കുറിച്ചുള്ള പരാമർശമാണ്. അപ്പോൾ ഒരു മതത്തിന് വേണ്ടി ഒഴിവാക്കിയത് ഈ 4 സ്റ്റാൻസയാണ്. യഥാർത്ഥത്തിൽ വന്ദേ മാതരം എന്ന് പറയുന്നതിന് ഒരു വിധത്തിലും ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടോ സംഘടനയായിട്ടോ ഒരു മതവുമായി യാതൊരു വിധ ബന്ധവുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്കൊന്നും ഇത് വഴിവെക്കുന്ന ഇതൊരു ദേശീയതയുടെ പ്രതീകം.